അതുകൊണ്ടാണ് നമ്മളൊരു ഇന്റർവെൻഷൻ തുടങ്ങിയ നമ്മളത് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെയിറ്റ് കുറഞ്ഞതിന് ശേഷം പിന്നെയും പെട്ടെന്ന് കൂടുന്നത് എന്തുകൊണ്ടായിരിക്കും സർ? നമ്മുടെ ബോഡി എപ്പോഴും ഒരു സിസ്റ്റമാണ്. അപ്പോൾ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിക്ക് നമ്മളൊരു ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിലെ ഹോർമോണൽ കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന 2 ടൈപ്പ് ഹോർമോൺസ് ഉണ്ട്. ഒന്ന് നമ്മൾ ഹങ്കർ ഹോർമോൺസ് എന്ന് പറയും. പ്രധാനമായിട്ടും പറയുന്ന ഗ്രലിൻ എന്ന് പറഞ്ഞ ഹോർമോൺ, അതാണ് നമ്മുടെ ആപ്പിറ്റൈറ്റ് അല്ലെങ്കിൽ വിശപ്പ് നിയന്ത്രിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വയറ് നിറയുന്ന ഒരു ഫീലിംഗ് കൊണ്ടുവരുന്ന ഹോർമോൺസ് ഉണ്ട്, സറ്റേറ്റീവ് ഹോർമോൺസ്, എസ്പെഷ്യലി ലെപ്റ്റിൻ എന്ന് പറഞ്ഞ ഹോർമോൺ. അപ്പോൾ ഇങ്ങനത്തെ ഹോർമോൺസ് ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു ബാലൻസ് വളരെ പ്രധാനമാണ്. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വെയിറ്റ് കുറച്ചു, എക്സസൈസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെത്തേഡിലൂടെ വെയിറ്റ് കുറച്ചിട്ട് നമ്മൾ ആ മെത്തേഡ് ഡിസ്കണ്ടിന്യൂ ചെയ്യുക, ആ ഇൻ്റർവെൻഷൻ നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുമ്പോൾ എന്താ സംബന്ധിച്ചാൽ ബോഡി എപ്പോഴും നമ്മുടെ പ്രീവിയസ് സ്റ്റേറ്റിലേക്ക് എത്താൻ ശ്രമിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ബോഡി മെറ്റബോളിസം കുറയ്ക്കും. അപ്പോൾ എന്നിട്ട് ഈ ഹങ്കർ ഹോർമോൺസിനെ ആക്ടിവേറ്റ് ചെയ്യും, സറ്റേറ്റീവ് ഹോർമോൺസിനെ ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ബാലൻസ് മാറുന്നത് കൊണ്ട് നമ്മൾ എപ്പോഴും വെയിറ്റ് റീഗെയിനിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു ബാലൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മളൊരു ഇൻ്റർവെൻഷൻ തുടങ്ങിയ നമ്മളത് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് മെത്തേഡ് ആണെങ്കിലും, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണെങ്കിലും, ഈ മരുന്നുകളാണെങ്കിൽ പോലും നമ്മൾ എപ്പോൾ നിർത്തുന്നുവോ അതിൻ്റെ എഫക്റ്റ് കുറഞ്ഞു വരും. നമ്മൾ പതുക്കെ വെയിറ്റ് റീഗെയിൻ ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് എപ്പോഴും ഏത് രീതിയിലൊരു മെത്തേഡ് ഫോളോ ചെയ്താലും നമ്മളൊരു പ്രോപ്പർ ലൈഫ് സ്റ്റൈൽ കണ്ടിന്യൂ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്.